ശക്തിപ്പെടുത്തും. അത് എന്തുകൊണ്ടാണ്? അതായത് വിളിയും തിരഞ്ഞെടുപ്പും. അത് ബ്രദർ, ആൻഡ് യു ഹാവ് ബീൻ കോൾഡ് ആൻഡ് ചോസൺ. വർക്ക് ഓൾ ദ ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലേ നിങ്ങളെന്താണ്? വർക്ക് ഓൾ ദി ഹാർഡർ വെച്ചാൽ നിങ്ങൾ ഉത്സാഹം ഉണ്ടായിരിക്കണം. അല്ലാതെ നനഞ്ഞ മോന്തായിട്ട് ഇനി 5 പത്രം ഉണ്ടല്ലോ, ഒരെണ്ണം കൊടുക്കാതിരിക്കല്ലേ, ഒരെണ്ണം അമ്മ എടുത്ത് കൊടുത്ത് വിടാമായിരിക്കും. ഇങ്ങനെ വാദപ്പരിക്കാരെ പോലെ ചെയ്താൽ പണി കിട്ടും. നിങ്ങൾ എംപവർ ചെയ്യണമെങ്കിൽ ഉത്സാഹത്തോടെ ചെയ്യണം. വർക്ക് ഓൾ ദി ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. ബൈബിൾ വളരെ മാത്തമാറ്റിക്കലായിട്ട് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം അതാണ് ഞാൻ ഉടമ്പടിയുടെ വചനമാണിത്. കറക്റ്റായി എന്താ പറയണത്? നിങ്ങളുടെ വിളിയും ഇപ്പോൾ 2 പത്രോസ് 1:10 1-ാം അധ്യായം 10-ാം വാക്യം എന്താണ്? നിങ്ങളുടെ വിളിയും പറഞ്ഞേ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സുകരായിരിക്കുവിൻ. ഇഫ് യു ഡു ഓൾ ദീസ് തിങ്സ്, നിങ്ങളിതെല്ലാം ചെയ്താൽ there is no danger that you ever fall. അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ലെന്ന്. അപ്പോഴേ നമ്മൾ കടമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം ചിലപ്പോൾ താമസിക്കുന്ന കാരണം മറ്റുള്ള കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് പോകുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങളുടെ കൂട്ടുകാരത്തേക്ക് മക്കളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വീണ് പോകും. ക്ലിയർ അല്ലേ? ചില ആൾക്കാർ കല്യാണക്കുറിയും കൊണ്ട് കൂട്ടുകാർ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അടുക്കളയിൽ പാതിരിക്കണത്? അമ്മ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞത് അവളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. കല്യാണക്കുറിയും കൊണ്ടേ നിങ്ങളുടെ ക്ലാസ്മേറ്റ് വീട്ടിൽ വരുമ്പോഴേ അവളെ ഫേസ് ചെയ്യാതെ നിങ്ങൾ അടുക്കളയിൽ പോയി ഇരിക്കുകയല്ലേ? അപ്പോൾ അവളോട് ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞു കൊടുക്കണത്. എന്താ കാര്യം? അവളുടെ കല്യാണം നടന്നു, ഇനിയിപ്പോൾ താൻ ഒറ്റയായി പോയി, അപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്, അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ചില പറയും, എൻ്റെ ഞാൻ ഇവിടെ റിസൾട്ട് ഇന്ന് വരും, അത് കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുക, എനിക്ക് ധൈര്യമില്ല വീട്ടിൽ പോയി നോക്കാൻ. വീട്ടിൽ ഇരുന്ന് റിസൾട്ട് നോക്കാൻ, OITയുടെ IELTSൻ്റെ റിസൾട്ട് വീട്ടിൽ ഇരുന്ന് നോക്കാനുള്ള ധൈര്യമില്ല. കാര്യം എന്താ? ഞാൻ വീണ് പോകുന്നു. എൻ്റെ മകളെ, നീ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിച്ചിരിക്കണത്. മനസ്സിലായാ? ഈ ജോലിയെല്ലാം ഇപ്പം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ്? നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണത്. ചൊല്ലണ പ്രാർത്ഥന അല്ല നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, ചെയ്യുന്ന പദ്ധതികളാണ്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റും, സാങ്കേതികമായിട്ടാണ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ശക്തിപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങളത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. ഇപ്പം ഞാൻ ഈ പൗരോഹിത്യം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? ഇപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞ സെക്യൂരിക്കാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ കണ്ടോ? എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ശനി ഞായർ തിങ്കൾ ചൊവ്വ സെക്യൂനയിൽ ഇൻ്റർവ്യൂ ആണ് അച്ഛന്. നിങ്ങളത് കേൾക്കണം, എല്ലാവരും കേൾക്കണത്. ഞങ്ങളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാര്യം അപ്പോൾ അവരെന്നോട് കുറേ ചോദ്യങ്ങളാണ്, പലതരത്തിലുള്ള, ഇപ്പോൾ ട്രോളൊക്കെ വരുന്നില്ലേ, അപ്പോൾ എല്ലാം കാരണം പല ചോദ്യങ്ങൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് കൃത്യമായ വ്യക്തമായ മറുപടികളുണ്ട്. എന്നുവെച്ചാൽ കടന്നു പോകുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് കടന്നു പോകുന്ന കാലങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ, ഇപ്പോൾ ഞാനെന്താണ് ഈ പൗരോഹിത്യം ആഘോഷിക്കണമെന്ന് പറയാൻ കാര്യം, ഞാൻ ഈ പൗരോഹിത്യം കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഈശോനോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. വേറെ ഒരു റീസണുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു 3-4 രോഗങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഐ ആം നോട്ട് ഡെസ്പ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഞാൻ ഡെസ്പല്ല. അപ്പോൾ ചിലപ്പോൾ രോഗത്തോടു കൂടി ആയിരിക്കും ചിലപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവിന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറുകയുള്ളത്. മനസ്സിലായില്ലേ? രോഗത്തോടു കൂടി ശുശ്രൂഷിക്കാനായിരിക്കും കർത്താവ്. ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോഴേ ഒരു വചനം വിട്ടുപോയായിരുന്നെന്ന് തോന്നി, അത് മറന്നുപോയി. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം മളെ 1 കൊരിന്ത്യൻസ് 1:5 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 1:5. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. That is not a word of God.
കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ എന്നും പറഞ്ഞൊരു വചനമുണ്ട്. നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴായാലും ശരി, കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞതിനെ ആഴപ്പെടുത്താൻ വേണ്ടി സുവിശേഷ വേലയ്ക്കായി പത്രങ്ങൾ ജനങ്ങളെ സാക്ഷ്യപത്രങ്ങൾ കൊടുക്കുമ്പോഴും ശരി, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുവേണം ചെയ്യാൻ. കാര്യം എന്താ കാര്യം വെച്ചാൽ വിശ്വാസ പ്രമാണമാണ് ശരിക്കും കൃപയാർജിക്കാൻ, മറ്റത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുന്നു അല്ലേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9 അല്ലേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് എന്താ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യണത്. രക്ഷ. അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ്. അതാണ് ലൂക്ക 2:30 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ശക്തിയാണ്. 1 കൊറിന്തോസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ ശക്തി പ്രാപിക്കുകയാണ്. ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ചെയ്യുന്നതിലൂടെയാണ്, ചെല്ലുന്നതിലൂടെയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്താൽ 2 കൊറിന്തോസിൻ്റെ 1 പത്രോസ് 2 പത്രോസ് 1:10 പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ വിളി, കർത്താവ് നമ്മളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നതിന് യാതൊരു വേറെ ഒരു ഉദ്ദേശവുമില്ല. എന്താ വിളിച്ചിരിക്കണത്? നിങ്ങളെ തനിക്കിഷ്ടപ്പെട്ടൊരു അടുത്തേക്ക് വിളിച്ചു. എന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാനും. 3:17 മർക്കോസ് സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 3:14 തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈ 12 പേരിലൂടെയാണ് ഈശോ മറ്റുള്ളവരെല്ലാവരും നിയോഗിച്ചിരിക്കുന്നത്. 12 പേരിലൂടെയാണ്. അപ്പോൾ ഞങ്ങളെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗം വരുമ്പോഴേ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി എന്തിനാണ്? വലിയ ജോലിയൊന്നും ഏൽപ്പിക്കണില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവഹിക്കാൻ വേണ്ടി ആണ് നിങ്ങളെക്കൊണ്ട് ഇതുപോലുള്ള ശുശ്രൂഷകൾ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി എനിക്ക് ബോധ്യം കിട്ടിയ കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത്. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുന്നില്ലെന്നൊന്നും അല്ല പ്രശ്നം. സാങ്കേതികമായിട്ട് ചെയ്യുന്നുണ്ട്, സങ്കടത്തോടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടണത്. സാങ്കേതികമായിട്ട് നിങ്ങൾ എണ്ണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ സങ്കടത്തോടെയാണ് ചെയ്യണത്. അങ്ങനെയല്ല. ഇത് 5:41 വെച്ചാൽ ചെയ്യേണ്ടത്. നടപടി പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 5:41 അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ചില സമയത്ത് അപമാനം ഉണ്ടാകും. മറ്റുള്ളവർ പറയും നിനക്ക് വേറെ പ്രാന്തണ്ട, അടിച്ചിങ്ങനെ ഇങ്ങനെ കുറേ എണ്ണത്തിന് അടിച്ച് തലയേക്കയറ്റി ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലർക്ക് പേടിയാണ്, വർക്ക് ചെയ്യാൻ പേടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ പേടിനെ അതിജീവിക്കണം എങ്ങനെയാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പേടി വരുന്നത്. ക്രിസ്തുവിനോട് കണ്ട അപ്പോസ്തലന്മാരെ കണ്ട 5:41 ക്രിസ്തുവിനോട് നിങ്ങൾക്ക് സ്നേഹമില്ല, ബന്ധമില്ല,
പിന്നെ ഇവിടുന്ന് പറയുന്നതുകൊണ്ട് സാങ്കേതികമായിട്ട് ചെയ്യുകയാണ്. അതാണ് ഈ സങ്കടത്തോടെ ചെയ്യണത്. പല അണ്ണന്മാർക്കും പ്രശ്നം അതാണ്. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു വാക്ക് പാലിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അവർ അപ്പോസ്തലന്മാരുടെ ഒരു അഭിഷേകം കണ്ട ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഒരവസരം ലഭിച്ചതില്ലേ, അതൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. കർത്താവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും നമ്മളൊരു മോശം പറഞ്ഞാൽ അതിന് അവസരമായിട്ട് എടുക്കുന്നതിൽ സന്തോഷമുണ്ടാകണം. ഇങ്ങനെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് വിഷയം. നിങ്ങളുടെ വേഴ്സണൽ പ്രെയർ പൊളിയാകുമ്പോഴാണ് അതായത് ഇപ്പോൾ ഈ പൊളിയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പണ്ട് പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കെന്നായിരുന്നു അരസം. ഇന്ന് പൊളിയെന്ന് പറഞ്ഞാൽ അത് അർത്ഥം മാറിയ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം മാറി കണ്ടില്ലേ. പണ്ട് പൊളിയെന്ന് പറഞ്ഞാൽ അവൻ പോക്കാണെന്ന് എൻ്റെ അടുത്ത്, പരാജയമാണെന്ന് പറയും. ഇന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് എൻ്റെ അടുത്ത്. അതിന് വ്യത്യാസം വന്നിരിക്കും. അതിപ്പോൾ ഒരു ഇങ്ങനെ വാക്കുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് ഈശോ പറയുന്ന ഒരു നോട്ടുണ്ട് അടുത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 5:42. ശ്രുതികട്ടെ ശ്രുതികട്ടെ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഒരു ഇങ്ങനെ ബ്രാൻഡഡ് ആകരുത്. ഇപ്പം നിൻ്റെ പേര് എൽസി എന്നാ, എലിസബത്ത് എന്നാ, അല്ലെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിർമ്മല, എന്തൊക്കെ ആയിക്കോട്ടെ. എനിക്ക് നിർമ്മല നിന്നെ അറിയാം, നിനക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് എങ്ങനെ യേശു പറഞ്ഞാൽ നിൻ്റെ കാര്യം കട്ടപ്പോയി. ഒന്നാമത്തെ പേര് ചൊല്ലിയാണ് ദൈവം ആളെ അറിയണത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഓരോരുത്തരെയും പേഴ്സണലായിട്ടാണ് ആൾക്കാർ അറിയണത് ദൈവം. അപ്പോൾ ആ കണക്കിന് നിന്നോട് പറയണത് എനിക്ക് നിന്നെ അറിയാൻ സജി, നിനക്ക് ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് അങ്ങനെ നമ്മൾ ബ്രാൻഡഡായി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആധ്യാത്മിക ജീവിതത്തിലെ അപകടം ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി ഡേഞ്ചർ സോണിൽ ഒരിക്കലും വരരുത്. കാര്യം ബ്രാൻഡഡ് ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ദൈവം ഒരു ബ്രാൻഡഡ് ആകാന്ന് വെച്ചാൽ നിന്നെക്കുറിച്ച് ദൈവം ഒരു അസസ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം ദൈവം അസസ്മെൻറ്റിൻ്റെ ആളാണ്. ഇപ്പം യോഹന്നാൻ 2:14-24 വായിച്ചേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഈ കണ്ട ഉടമ്പടി എല്ലാം എടുത്ത് ഇതുപോലെ രോഗികളെയും കണ്ട് ആശുപത്രിയിലും പോയിട്ട് ഇപ്പോൾ പറഞ്ഞെന്താണ്? യേശു ആകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം എന്താണ്? കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. IELTS വേണ്ടി മാത്രമുള്ള കസത്രാണിത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അത് വളരെ സീരിയസ് ആണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമുള്ള വിഷയമാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ലവ്. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടല്ല. ഇപ്പോൾ IELTS പാസ്സാകാൻ വേണ്ടിയും ആ വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണിത്. അതാണ്. അങ്ങനെ ഒരു ബ്രാൻഡഡ് ആകാതിരിക്കാൻ നോക്കണം. ഒന്ന് വായിച്ചേ, വചനം വായിച്ചേ. 2:24 യോഹന്നാൻ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു അസസ്മെൻറ്റ് വന്നാൽ, അതായത് ഈ പാലം കയറുവോളം മാത്രമേ നാരായണ വിളിയുള്ളൂ, പാലം കയറി കഴിയുമ്പോൾ സ്വന്തം അഭ്യാസം കാണിക്കുമെന്ന് എങ്ങാനും ഈ വിഷയം കർത്താവിന് അറിയാമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വളരെ സത്യം. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പെടുക്കാമ്പോൾ തന്നെ ആദ്യമേ ജാമ്യം എടുക്കണം. കർത്താവേ, ഇത് കൊണ്ടൊന്നുമല്ല, ഇത് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും, അന്നമ്മ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയാം. കർത്താവിൻ്റെ കൂടെ തന്നെയായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? എങ്ങനെ പറയണം കർത്താവിൻ്റെ മുഖം? കർത്താവേ, എൻ്റെ പരീക്ഷയും കാര്യമൊക്കെ പോട്ടെ, ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ വെച്ച് അതിന് ജയിക്കുമോ തോക്കുമോ നോക്കിയിട്ട് നിന്നെ സ്നേഹിക്കാൻ നടക്കുകയല്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും നീ തന്നെ എൻ്റെ രക്ഷകൻ. നിനക്ക് വേണ്ടി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ നേരെ ചൊവ്വേ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ചങ്കുറപ്പോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ
കർത്താവ് ആരാണെന്ന് നീ അറിയും. കൈയിടിച്ച് കർത്താവ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉണ്ടാകുമ്പോൾ ഓരോ ഘട്ടമില്ലേ, ഇപ്പോൾ ഓരോ ഘട്ടത്തിൽ ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഊഷ്മളത അവിടെ പുതുക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഊഷ്മളത ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ സാങ്കേതികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തന്നിട്ട് അങ്ങനെ വേണ്ടത്. സാങ്കേതിക സ്നേഹക്കാരാണെങ്കിൽ എണ്ണി ഒപ്പിച്ച് അത് ആ കാര്യങ്ങൾ ചെയ്യുക, എണ്ണി അങ്ങനെ ഒപ്പിച്ച് കളയും. ആത്മബന്ധം ഉണ്ടാകത്തുമില്ല. ആത്മബന്ധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻറ്റ് വരും ദൈവത്തിലേക്ക്. എന്താണ്? നിനക്ക് ആദ്യമുണ്ടായത്, നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അപ്പോൾ അല്പസ്നേഹം കുറഞ്ഞു പോയാൽ ഇറ്റ് വിൽ ബി കൗണ്ടഡ്. ഇത് ഭയങ്കര ഞാനിപ്പോൾ കർത്താവുമായിട്ട് 4 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയെ സ്വപ്നം കാണുന്നത്. അന്നാണ് എനിക്ക് ദൈവവിളി കിട്ടിയത്. കർത്താവ് ആനപ്പുറത്ത് വരുന്നതാണ് ഞാൻ കാണുന്നത്, സ്വപ്നം കാണുക. അന്ന് മുതൽ ഈശോയെ ഞാൻ തിരക്കി നടക്കണമായിരുന്നു. അതിന് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, അത് ഓരോ സമയം ചെല്ലുന്തോറും ക്രൊണോളജി ക്ലിയർ അനുസരിച്ച് നമ്മുടെ ഫെയ്ത്ത് മാത്രമല്ല, നമ്മൾ ലവ് ലെവലും വർദ്ധിക്കണം. ഫെയ്ത്ത് ഇയർ എന്ന് പറയുമ്പോൾ വിശ്വാസ വർഷം, അതല്ല, നമ്മൾ ലവ് ലെവലും ഉണ്ട്. കാര്യം ദൈവം അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. എഫേസ്യൻ സഭയ്ക്ക് 2:24 ചോദിച്ചൊക്കെ എന്താണ്? നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കാര്യം എന്താണ്? നിൻ്റെ ലവ് ലെവല് ഡൗൺ ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. ദാറ്റ് മീൻസ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. ഇത് കൗണ്ട് ചെയ്യാത്തതല്ല, അങ്ങനെ ഒരു പരിധിയിലേക്ക് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. എന്താണ്? കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുക. അതിനെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥവത്തായിട്ട് കുറേ ഇക്വേഷൻസാണ് നിങ്ങൾക്ക് തന്നിരിക്കണത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം. പക്ഷെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം ഇരിക്കണത്? നമ്മൾ തനി കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത് ആ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? കർത്താവ് ഒന്ന് ദൈവം മഹത്വപ്പെടുന്നു, രണ്ടാമത് എന്താണ്? അനേകരുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നു, നിങ്ങളെ മൂലം അനേകരെ വിശുദ്ധീകരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമായി മാറുന്നു. നിങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിതയായി മാറുന്നു. നിങ്ങൾ നിത്യത കൊയ്യുന്നു. അതായത് വൈ വി ആർ ഫോളോയിങ് മേരി, അമ്മയെ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യണത്? ഒരു കാരണം എന്ത്? അതായത് അമ്മയ്ക്കൊരിക്കലും അനുദപിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അമ്മയുടെ വിജയം അതാണ്. അമ്മയ്ക്ക് എല്ലാ അപ്പോസ്തലന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? പത്രോസ് അനുദപിച്ചു, തോമാശ്ലീഹ അനുദപിച്ചു, പൗലോസ് അനുദപിച്ചു. പക്ഷെ അമ്മ അനുദപിച്ചിട്ടില്ല. അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ പകത്തിലായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, മാത്യു 26:75. ശ്രുതികട ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം എന്താണ്? കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. വകുപ്പുണ്ടാക്കി കരയാൻ. അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രോസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരവസരമാണ്. നിൻ്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ്. ഒരു ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. ഒരു വ്യക്തിക്ക് നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ. അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത്. ഇപ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവസ്ഥ എന്താ? സെൻറ്റ് തോമസും ഇതുപോലെ
അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയണത്. എന്താ അതായത് 20:28 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 20:28. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പൊ 20:27 വായിച്ചേ. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ കക്ഷിക്ക് എന്നാ പറ്റിയത്? ഏതോ ഒരു സമയം അവിശ്വാസിയായിപ്പോയി, ഏതോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവിശ്വാസിയായിപ്പോയി. അതുകൊണ്ടാണ് അനുതാപത്തോടെ എൻ്റെ കർത്താവേ, സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത്. പക്ഷെ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത്. ഈ അനുതാപത്തിൻ്റെ ഒരു അവസരം ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ്. അമ്മയുടെ കരുത്ത് അതാണ്. ഇപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എടുത്താൽ അത് തന്നെ 7:24 സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭകത ഏറ്റുപറയുന്ന ഭഗവാൻ. 7:24 റോമ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയണ ഒരു സമയമാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല. അതാണ് കരുത്തെന്ന് പറയുന്നത്, ആത്മീയ കരുത്തെന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ഓരോ സമയം ചെല്ലുന്തോറും ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളെ അപ്പോൾ നിങ്ങൾ ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്തുണ്ടായിക്കൊണ്ടിരിക്കും. പിടികിട്ടിയ ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയും. എന്താണ് ആത്മീയ കരുത്ത്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും. കാര്യം അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങളുണ്ടായി. പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇട്ടിവെട്ടി രീതിയാണ്. ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2:5 പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. എന്താ പ്രശ്നം? ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താൽ മതി. കാര്യം ഇപ്പോൾ ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്ത് എത്ര പ്രശ്നം വേണമെങ്കിലും, അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ്. ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർ സ്ത്രീയാണ്. രണ്ടാമത്തെ എന്താണ്? ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭകാലം. ഗർഭകാലത്തെ പ്രസവകാലം. ഗർഭകാലം അതായത് ഒരു 3 ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ. ആ സമയത്താണ് ഈ കന്യാകുമാരി വരണത്, ഷിഫ്റ്റിംഗ് വരണത്. കാര്യം നമ്മളുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയുടെ ഇത് പറയണത്? ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത് ഒരു ദൈവപ്രവർത്തനമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത്. വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ജീസസ് വിൽ ബി എൻഗ്രേസ്ഡ്.
നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. കണ്ട് ഇത് കണ്ടില്ലേ, ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്, നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമോ. ഒന്നെങ്കിൽ കനീഷന്മാർ മാറ്റി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു. ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത്. സമയത്തിൻ്റെ കാര്യത്തിലും ദാക്ഷിണ്യം കാണിക്കണില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത്. ഇപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല 4 മണിക്കോ വല്ലതൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്ന് ശുശ്രൂഷിക്കാം. ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഔസേപ്പിതാവിനോടോ ദൈവത്തോടോ ഇവർ മിണ്ടത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം, അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുദപിക്കേണ്ടി വന്നേനും. ദാറ്റ്സ് മൈ പോയിന്റ്. അതാണ് മരിയൻ കരുത്തെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നീ പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ്സ് നിറവേറണമെങ്കിൽ ഞാൻ അരക്ഷിത അവസ്ഥ അങ്ങയുടെ നാമത്തിലെ മറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് ചേരാത്ത കാര്യത്തിന് അങ്ങയുടെ തിരുസന്നിധിയിലെ മറിയത്തെ പോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ദൈവത്തെ സംഗ്രഹിച്ചുകൊണ്ട് പുരുഷനെ കൃപയാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ഉടമ്പടി വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും അത്യാവശ്യ കാര്യങ്ങള് നടക്കാതെ വരുന്ന അവസ്ഥകള് മറിയത്തെ പോലെ അനുഗ്രഹത്താലല്ല കൃപയാൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അറിയപ്പെടാൻ ബലഹീനമാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള മരിയൻ അവധാനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ആരുപോലും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ആട്ടും കുഞ്ഞായിട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാർ. അപ്പോൾ നാട്ടുകാരെല്ലാം ബന്ധുക്കളെല്ലാം സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. ഇങ്ങനെ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണം, അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും 1000 നാവ് വെച്ച് ചോദിക്കാം. പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത്? ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആദ്യമേ പറയത്തില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയണത്. അധികം മരിയൻ കരുത്തിൻ്റെ ഭാഗമാണ്. മിണ്ടിയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞത്. അതിനർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചെന്ന് 2:19 പറയുമ്പോഴേ മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ നാക്കുപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പരാതിയില്ല, പരിഭവമില്ല, തർക്കിച്ചില്ല. അത് ഈശോ ചെയ്ത പോലെയാണ്. 53:7 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. കാര്യം എന്താണ്? അവൻ ദാസനായിരുന്നു. എൻ്റെ ദൈവവേദനേ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ ദാസനോ ദാസിയാകാതെ നിനക്ക് ഇവിടുന്ന് പിടിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്നതാണ് ആത്മീയ കരുത്ത്. കൈയിടിച്ച് കർത്താനത്തോടെ കാര്യമാണ്. ഒരു കാര്യത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്, ഒരു വിഷയത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം, ദാറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. ഒന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല, ദാറ്റ് ഈസ് ഗ്രേസ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ഇങ്ങനെ ABCD പഠിച്ച് എന്നൊരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ? വി മസ്റ്റ്, അതായത് ദ ചർച്ച് വാണ്ട് എ മെച്വർ വിറ്റ്നസ്. ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല. വി ആർ സീക്കിംഗ് ആഫ്റ്റർ വിറ്റ്നസ്. ഒരു സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ
ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് നിങ്ങൾ കർത്താവിൻ്റെ തിരുമനസ്സിന് അമ്മയെപ്പോലെ ദാസ്യതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. അനുദിന ജീവിതത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷവിധമായ നിങ്ങളുടെ നിലപാടാണ്. കൈയിട്ടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗികളുണ്ട്, അവർ ഉദരത്തിൽ ആണ് കൈവെക്കേണ്ടത്. മൂത്രാശയത്തിൽ കല്ലുണ്ടുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, അവർ നടുവിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശ രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ മധ്യത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്ക് കൈവെക്കണം. പാങ്ക്രിയാസ് രോഗികളെ ഇടതുവശത്ത് കൈവെക്കണം വയറിൻ്റെ. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവരെ കുറേ രോഗങ്ങളുടെ കൈ പിണച്ച് സർവാംഗം ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ നെഞ്ച് പൂട്ടി കൈവച്ചിട്ട് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിച്ച് നിൽക്കണം. അസ്ഥിരോഗികളുണ്ടാകാം, വാതരോഗികളുണ്ടാകാം, വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, PCOD രോഗികളും ഓരോ സാവരോഗികളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീട്ടിലുള്ള രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലി തീരുമ്പോൾ വീണ്ടും തുടങ്ങണം വിശ്വാസ പ്രമാണം. അച്ഛൻ പ്രാർത്ഥിച്ച് തീരണവരേ പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഈശോയെല്ലാം സാധ്യമായതിന് ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ. കർത്താവെ കടന്നു വരണമേ കർത്താവേ. കർത്താവെ ശക്തി ഒഴുക്കണമേ കർത്താവേ. കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഒലിച്ചു പോകുന്നവരെ, അസ്ഥി സ്രാവമുള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ചെവികളുടെ പഴുപ്പ് വരുന്നവരെ, അഡിനോയിഡിന് അസുഖമുള്ളവരെ, ശരീരഭാഗങ്ങളിലെ കോശങ്ങളിൽ ക്യാൻസറുകളുള്ളവരെ കർത്താവ് അവരെ സ്പർശിക്കണമേ കർത്താവെ. പല്ല് കൊഴിഞ്ഞു പോകുന്നവർ, കാഴ്ചത്തിൻ്റെ അസുഖമുള്ളവരെ അവരെ സ്പർശിക്കണമേ കർത്താവെ. തൊണ്ടയിൽ രോഗമുള്ളൊരു കർത്താവ്, ടോൺസിൽ രോഗികൾ, തൈറോയിഡ് രോഗികൾ അവരെല്ലാവരും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഹൃദയ രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മക്കളില്ലാത്തൊരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം ഉള്ളംകാലം മുതൽ ഉച്ച വരെ ഒഴുകട്ടെ. സർവകോശങ്ങളും പേശികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവകോശങ്ങളും പേശികളും അസ്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. Touch with the fire finger, soak with the precious blood. I command you, in the name of Jesus Christ, be healed. Hallelujah, 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 hallelujah. Mahottam, mahottam. Aradhana, aradhana. Shri Nandi, Shri Aradhana. Shri Hallelujah. Aradhana, aradhana. Hallelujah.
സദയം തുടരണേ. സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോലി പോയിക്കൊണ്ടിരിക്കുന്നവരെ, ജോലി ടെർമിനേറ്റ് ആയി പോയവർ, തിരിച്ചെടുക്കാത്തവർ, നഷ്ടപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായ ബാധ്യതകളും ജപ്തിയിലും ചെന്ന് വീണ് വിഷമിക്കുന്നവർ, കുടുംബത്തിൽ കലഹമുള്ളവർ, കുടുംബത്തിൽ ഭിന്നതയുള്ളവർ, കേസിന് പോയിരിക്കുന്നവർ, വിവാഹമോചനത്തിനായി പോയിരിക്കുന്നവർ, മക്കൾ ദുർനടപ്പിൽ പോയിരുന്നവർ, തെറ്റായ പ്രണയത്തെ അകപ്പെട്ടിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വ്യവസായങ്ങളും വ്യാപാരങ്ങളും ജീവിതമാർഗങ്ങളെല്ലാം വഴിമുട്ടിപ്പോയവർ, മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് അകപ്പെട്ടിരിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, സ്വദേശത്തും വിദേശത്തും ജയിലിലായിരിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ വിഷയവും അമ്മയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഏൽപ്പിക്കുക. എല്ലാത്തിനും വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമേ, ദൈവമാതാവ്, എല്ലാ മക്കളെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതാവസ്ഥകൾ, വിദേശയാത്രകൾ, പരീക്ഷകൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ റീവാലുവേഷൻ, അവരുടെ സ്കോറ്, കർത്താവെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ, വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദൈവമേ, ഇപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഈ ആഴ്ചകളിൽ വീണ്ടും കർത്താവിൻ്റെ ആരാധന കൂടുന്നവരെ അവരുടെ മേൽ കൃപയുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തുടരണേ. സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, മുട്ട നിൽക്കാൻ പാടില്ലാത്തവരും പറ്റുമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നിന്നാൽ മതി. അവർ പറ്റുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞത് ചിലപ്പോഴും ആ സമയത്ത് ഈശോ നിന്നെ തൊടുകയാണെങ്കിൽ നിനക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നീ അത് നീ അത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. നിൻ്റെ അവസ്ഥകൾ, വീടില്ലാതെ സ്ഥലമില്ലാത്ത ആൾക്കാരുടെ വാടക താമസിക്കുന്നവരുണ്ട്, അന്യരാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പഠിച്ചിട്ട് അവരുടെ സിലബസ് മനസ്സിലാകാത്തതുകൊണ്ട് തോക്കുന്നവരുണ്ട്, അതുകൊണ്ട് പഠനം അവസാനിപ്പിച്ച് പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പൈസ ഒത്തിരി കൊടുത്ത കാരണം കുടുംബം കടത്തിൽ മുങ്ങി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പലരും വിദേശത്തൊക്കെ പോകുന്നതിന് വേണ്ടി വിസ പ്രോസസ്സ് ചെയ്തിരിക്കുന്നവരുണ്ട്. ചില പൈസ കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ വേണ്ടത്ര പേപ്പറൊന്നും കിട്ടാത്തവരുണ്ട്. ചിലർക്ക് ഓഫർ ലെറ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. ചിലർക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷേ വിസ കിട്ടണില്ല. അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഓഫീസുകളിലും അതുപോലെ തന്നെ തടഞ്ഞു വച്ചിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ഓഫീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ, അതെല്ലാം ഓർക്കുക.
പരിശുദ്ധാത്മാവെല്ലാം ഏറ്റെടുത്ത് നിന്നെ സന്ധിക്കുന്ന സമയമാണ്. ഉടമ്പടി പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് അർപ്പിച്ച് സന്തോഷത്തോടെ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം മെറിറ്റിലല്ല പല കാര്യങ്ങളും നടക്കുന്നത്. ഗ്രേസിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഗ്രേസ് കൃപ ലഭിക്കാൻ ആവശ്യമായ ഉടമ്പടി നടപടികൾ സാങ്കേതികമായി ചെയ്ത് ഒപ്പിക്കാതെ ആത്മബന്ധത്തോടെ ചെയ്യാനാണ് ഈ പ്രാവശ്യം പറഞ്ഞത്. ചിലരൊക്കെ ഉടമ്പടി ചെയ്യണത് ഇമ്പോസിഷൻ ചെയ്യണ പോലെയാണ്. ഇമ്പോസിഷൻ ചെയ്യണ 100 പ്രാവശ്യം എഴുതും, 300 പ്രാവശ്യം എഴുതാനൊക്കെ പറയത്തില്ലേ? ഇങ്ങനെ എഴുതാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? എഴുതി പഠിക്കാനാണ്. ചില ആൾക്കാർ 100 പ്രാവശ്യം എഴുതും, പക്ഷെ പഠിക്കത്തില്ല. അതാണ് സാങ്കേതികമായിട്ട് ചെയ്യണമെന്ന് പറയണത്. അവരിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് എഴുതിക്കൊണ്ടിരിക്കും, പക്ഷെ അത് പഠിക്കത്തില്ല. പക്ഷെ അപ്പോൾ എഴുതാൻ വേണ്ടിയല്ലല്ല, പഠിക്കാൻ വേണ്ടിയല്ല എഴുതാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഉടമ്പടി എല്ലാം സാങ്കേതികമായിട്ട് ചെയ്യും ചില ആൾക്കാർ, പക്ഷെ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല, ആത്മബന്ധം ഉണ്ടാകത്തില്ല. അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വരെ ഉടമ്പടി ഷെയർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. കാര്യം ഈ ധ്യാനമാണ് ആൾക്കാർക്ക് ഇവിടെ കിട്ടേണ്ടത്. ജനം മുഴുവൻ കേൾക്കേണ്ടതും കൂടേണ്ടതും ഈ ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടിയെക്കുറിച്ച് വേറെ ഒരിടത്തും ലോകത്ത് ധ്യാനമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഉടമ്പടി ധ്യാനം കോരിട്ട് അത് ഷെയർ ചെയ്യണം. അത് ദൈവത്തിനെ അറിയിക്കാൻ വേണ്ടിയുള്ള നടപടിയാണത്. അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സുള്ള ആൾക്കാരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാര്യം അവരതൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്. കാര്യം ഉടമ്പടി നിങ്ങൾ നൊവേനല്ലല്ലോ, എല്ലാം ചെയ്യത്തല്ലേ. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ ചിലർ ചെയ്യുവേ. ചിലർ അവർ പറയും എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് 60 വയസ്സ് 65 ഉണ്ട്, പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്യണതാണെന്ന് പറയും. അപ്പം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യിക്കും. ചിലർക്ക് അറിയത്തില്ല, ആകാശഭൂമി അറിയാൻ പറ്റാതെ അങ്ങോട്ട് കിടന്ന് നടക്കാൻ കാണാം ഇവിടെ വന്ന്. അങ്ങനെയല്ല, ഇത് വളരെ സീരിയസ് ആണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ ദൈവത്തോട് സീരിയസ് ആയിട്ട് നിന്നിട്ടല്ലേ കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് ഏറ്റുപറഞ്ഞപ്പോൾ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തരികയും ചെയ്ത്. അപ്പം ആ ഒരു നിപ്പുണ്ട് ദൈവത്തിൻ്റെ തിരുസ്ഥിതി ഒക്കുക. ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. കുറച്ച് ആൾക്കാരെ അടക്കി കുറച്ച് പേരെ കെട്ടിച്ച് വിട്ട് അച്ഛനായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇടവകയിൽ പോയിരുന്ന കുറേ ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് കുറേ പേരെ ജ്ഞാനസ്നാനം പെടുത്തി കുറേ കുടുംബ വീട്ടിലും പോയി കഴിയുമ്പോൾ സംഭവം തീർന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ മനുഷ്യനെ ഈശോനെ അറിയണം. നിത്യതയിൽ അവൻ ഈശോയുടെ ജോലിയായി, ലോകത്ത് അവൻ ഈശോയുടെ പടയാളിയാകണം. അതിൻ്റെ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് നിർബന്ധം കാണിക്കണം. ദൈവികമായ ജോലി ഞാൻ എൻ്റെ കർത്താവിനോട് എന്നെ ഒന്ന് അഭിഷേകം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തലേ കവിച്ച് അമ്മ നിൽക്കണു മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ, കർത്താവ് എല്ലാവരും ശിരസിലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ തലേ കവിച്ച് അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവ് ഇവരെല്ലാം നീ അഭിഷേകം ചെയ്യണമേ കർത്താവ്. കർത്താവ് ഇവരെല്ലാം അഭിഷേകം ചെയ്യണമേ കർത്താവ്. എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ കർത്താവ്. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, മറ്റുള്ളവരെ അങ്ങയെ ജീവിപ്പിക്കുവാൻ, സുവിശേഷത്തിന് വലിയ സാക്ഷ്യ സമൂഹം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരായ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. സദയം തുടരെ സുഖവായിടും എൻ്റെ ഉള്ളം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷമെടുത്ത് തന്നെ നിൽക്കുക മക്കളെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അനുഗ്രഹിക്കും ദൈവം. എത്ര എഴുതിയിട്ടും പരീക്ഷ തോറ്റുപോകുന്നവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവർ, സാമ്പത്തിക ബാധ്യതകളെ നാണം കെട്ടിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോയി, സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും തലയോർത്ത് നിൽക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ളവർ. അങ്ങനെയുള്ളവരെല്ലാം അമ്മയെ കണ്ണീരോടെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അവരെല്ലാം സന്തോഷത്തോടെ വന്നിവിടെ സാക്ഷ്യം പറയാൻ
അമ്മ ഈ നിമിഷം ഓൺലൈനിൽ ഇരിക്കുന്നവരെയും തീർത്ഥാടനത്തിൽ അമ്മയുടെ മുമ്പിൽ നേരിട്ടിരിക്കുന്നവരെയും നീ ശക്തമായി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ സങ്കടങ്ങൾ നോക്കി കാണുന്ന അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും കുറേ പേരുണ്ട്. ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഈ വിഷയത്തിനൊരു സമാധാനമുള്ളൂ. ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു വഴിയും കാണുന്നില്ല മരിക്കുകയല്ലാതെ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഓർക്കുന്നു. ജീവനോടെ പരിശുദ്ധ കുർബാന ജ്വലിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് പറയുക മാത്രമല്ല, 10,000 ഓരോ ദിവസവും അടയാളപ്പെടുത്തി കൊടുക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ ജീവിതത്തിന് പരിഹാരമുണ്ട് മകനെ. ശ്രദ്ധിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരകമായ ദോഷങ്ങള്, തീരാവ്യാധികള്, വ്യഥകള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. അതിനുള്ള പോംവഴികള് യേശുവിന്റെ നാമത്തില് അമ്മയുടെ മധ്യസ്ഥത്തില് തെളിഞ്ഞു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. മൗനമായി ഒരിക്കൽ കൂടി എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഇപ്പോൾ മൗനമായി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക. ഓരോരുത്തരുടെ വ്യൂസും അതുപോലെ തന്നെ അവരുടെ ഇൻകമൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് എപ്പോഴും ട്രോൾ ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അവർക്കെതിരെ ട്രോളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മീയ കൃപയ്ക്ക് എതിരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. കാര്യം അതിൻ്റെ ഇടയിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാക്ഷ്യ ശുശ്രൂഷയാണ്. നിങ്ങൾ അനുഭവിച്ച കൃപാസനം, നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ആശ്വാസവും ശക്തിയും അടയാളവും അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ടിടാം. അപ്പോഴെല്ലാവർക്കും അത് മനസ്സിലാകും കാര്യങ്ങൾ. അത് സുവിശേഷ വില കൂടിയാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ, ഇപ്പോൾ അവരോട് ട്രോളർമാരോട് മാത്രമല്ല ആരോടും പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് വീഡിയോ ഇടുന്ന കണ്ടില്ലേ? എനിക്ക് അവരെ കണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അവർ മാതാവിലെ ജോലി ചെയ്ത് അവർ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കി അവരുടെ അനുഭവങ്ങൾ അവർ ഇട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അതുപോലെയുള്ള തെറ്റായ കാര്യങ്ങളെ പ്രചരിക്കാതിരിക്കുകയും തിന്മയുടെ ശക്തിയെ പ്രതിരോധിക്കാൻ നമ്മൾ ഇരുട്ട് കൂടുമ്പോൾ വെളിച്ചത്തിന് വിളക്കല്ല കത്തിച്ച് വെക്കേണ്ട. കൂടുതൽ ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാളുപരി വെളിച്ചത്തിൻ്റെ ദീപവാഹകരായിട്ട് മാറാൻ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ അനുഭവവും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നത് നല്ലതാണ്, കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും